ഇന്നോളം ഒരു പുരുഷനും താലികെട്ടി ഒപ്പം കൂട്ടിക്കൊണ്ടുവന്ന തൻ്റെ ഭാര്യയായ പെൺകുട്ടിയോട് ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്തതും പ്രവർത്തിച്ചിട്ടില്ലാത്തതും, എന്നാൽ പറയാനും പ്രവർത്തിക്കാനും പാടില്ലാത്തതുമായ ഒന്ന്. അതാണ് ഇന്നിവിടെ ജയകൃഷ്ണൻ തൻ്റെ ഭാര്യയായി ഒപ്പം കൂട്ടിക്കൊണ്ടുവന്ന മാലിനിയോട് പറഞ്ഞതും പ്രവർത്തിച്ചിരിക്കുന്നതും. അതോടെ വിവാഹം പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും മഹനീയവുമായ ആദ്യരാത്രി എന്ന ആ ഒരു ചടങ്ങിനു മീതെയുള്ള കർട്ടനും വീണിരിക്കുകയാണ്. തുടർന്ന് മാലിനിയോട് അത്രയും പറഞ്ഞതിനു ശേഷം അവളെ ശ്രദ്ധിക്കാതെ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയ ജയകൃഷ്ണനെ സംബന്ധിച്ചു പറഞ്ഞാൽ, ഇന്ന് ഈയൊരു നിമിഷത്തിൽ ഇങ്ങനെയൊരു കാര്യം മാലിനിയോട് പറയേണ്ടി വന്നതിൻ്റെ വിഷമം തെല്ലൊന്നുമായിരുന്നില്ല അവൻ്റെ മനസ്സിൽ. താലികെട്ട് കഴിഞ്ഞ നിമിഷം മുതൽ അവൻ പേടിയോട് കാത്തിരുന്ന ഒന്നായിരുന്നു ഈയൊരു മുഹൂർത്തം. ഈയൊരു വിവാഹം പോലും വേണ്ടെന്ന് വയ്ക്കാൻ തീരുമാനിച്ച ജയകൃഷ്ണനെ സംബന്ധിച്ചു പറഞ്ഞാൽ, ഇങ്ങനെയൊരു മുഹൂർത്തത്തിന് മാനസികമായോ ശാരീരികമായോ അവൻ തയ്യാറായിരുന്നില്ല എന്നത് മറ്റൊരു സത്യവുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവളോട് അങ്ങനെ പറയേണ്ടി വന്നതും. അവളോട് അങ്ങനെ പറയേണ്ടി വന്ന നിമിഷത്തിൽ പോലും അവൻ മനസ്സിൽ 1000 തവണ മാലിനിയോട് മാപ്പ് പറഞ്ഞിരുന്നു. മാത്രമല്ല, മാലിനിയോട് അങ്ങനെ പറയുമ്പോൾ ആ ഒരു നിമിഷത്തിൽ അത് കേൾക്കുന്ന മാലിനിക്കുണ്ടാകുന്ന വിഷമം അത് ഒന്നും കാണാൻ കഴിയാത്തതിനാലാണ് അവൻ മാലിനിയെ ശ്രദ്ധിക്കാതെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് പോലും. മുറിയിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോയ ജയകൃഷ്ണൻ നേരെ പോയത് താഴെ ഹാളിലേക്കായിരുന്നു. ഹാളിലെത്തിയ അവൻ TV ഓണാക്കി. അതിൻ്റെ ശബ്ദം കുറച്ചു വച്ച ശേഷം സെറ്റിയിൽ വന്നിരുന്ന് റിമോട്ട് കയ്യിലെടുത്ത് ചാനലുകൾ മാറ്റി മാറ്റി അങ്ങനെ ഇരുന്നു. TV പ്രോഗ്രാമുകൾ കാണാൻ വേണ്ടിയായിരുന്നില്ല അവൻ അവിടെ വന്നിരുന്നതും TV ഓണാക്കിയതും. മറിച്ച് തൻ്റെ ഇപ്പോഴത്തെ ഈ ഒരവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവൻ കണ്ട ഒരു മാർഗം മാത്രമായിരുന്നു അത്. എന്നാൽ ഈ സമയം മറുവശത്ത് ജയകൃഷ്ണൻ്റെ മുറിയിലിരിക്കുന്ന മാലിനിയെ സംബന്ധിച്ച് പറഞ്ഞാൽ, ജയകൃഷ്ണൻ്റെ ആ വാക്കുകളും പ്രവൃത്തിയും കണ്ട് മനസ്സു തകർന്നതും കണ്ണുകൾ നിറഞ്ഞു ഒഴുകിയതും സത്യം തന്നെയായിരുന്നു എന്നു കരുതി ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഈയൊരു രാത്രി മുഴുവൻ അതേക്കുറിച്ച് ഓർത്തും ചിന്തിച്ചും കണ്ണീരൊഴുക്കിയിരിക്കാൻ മാലിനി പക്ഷേ തയ്യാറായിരുന്നില്ല. മാത്രമല്ല, മാലിനിയുടെ കാഴ്ചപ്പാടിൽ ആദ്യരാത്രി എന്ന് പറയുന്നത് ഒരാൾ മറ്റൊരാളെ കീഴ്പ്പെടുത്തി അതിൽ ആനന്ദം കണ്ടെത്തുന്നതല്ല, മറിച്ച് തമ്മിൽ ഒരു പരിചയവുമില്ലാത്ത സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നല്ല ഒരു ആത്മബന്ധം തുടങ്ങുന്നതിൻ്റെയും അത് ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെയും മഹനീയമായ ഒരു മുഹൂർത്തമാണ് ആദ്യരാത്രി എന്നായിരുന്നു. അതിനാൽ ജയകൃഷ്ണൻ്റെ ഈ ഒഴിഞ്ഞുപോക്കിൽ അവൻ്റെ മനസ്സിൽ കാര്യമായൊരു കാരണമുണ്ടെന്ന് അവൾ മനസ്സിലാക്കി. മാത്രമല്ല, അത് തന്നോട് പറയാൻ പാടില്ലാത്ത എന്തോ ഒന്നാണെന്നും മാലിനിക്ക് മനസ്സിലാകുന്നു. ആ ഒരു തിരിച്ചറിവ് മനസ്സിൽ തോന്നിത്തുടങ്ങിയ നിമിഷം പരസ്പരം തമ്മിൽ ഒന്ന് നോക്കുകയോ മിണ്ടുകയോ ചെയ്തിരുന്നില്ല എങ്കിൽ പോലും തൻ്റെ കഴുത്തിൽ ആ മനുഷ്യൻ കെട്ടിയ താലി വീണ നിമിഷം മുതൽ ജയകൃഷ്ണൻ തൻ്റേതു മാത്രമാണെന്നൊരു തോന്നൽ അവളിലുമുണ്ടായി. ആ ഒരു തോന്നലുകൊണ്ടാവാം അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റലും തോന്നിയതും. ഏതൊരു പെണ്ണിനും സംഭവിക്കുന്ന ഒന്ന്. അങ്ങനെ ആ മനസ്സ് നീറുമ്പോഴും ആ നീറ്റലിനിടയിലും അല്പം വൈകിട്ടാണെങ്കിലും ജയകൃഷ്ണൻ അവളെ മനസ്സിലാക്കി അവളെ സ്നേഹിക്കുമെന്നും തൻ്റേത് മാത്രമാകുമെന്നും അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അന്നു മതി തനിക്ക് ഒരു കുടുംബജീവിതം. അതുവരെ കാത്തിരിക്കാൻ അവൾ തയ്യാറാകുന്നു. ഒപ്പം ഇക്കാര്യങ്ങൾ വീട്ടുകാർ ആരും തന്നെ അറിയരുതെന്നും തീരുമാനിക്കുന്നു. അവളുടെ ആ കാത്തിരിപ്പിനും തീരുമാനത്തിനും കാരണങ്ങളുമുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ കാരണം രണ്ട് കുടുംബങ്ങളുടെയും അഭിമാനവും ഒപ്പം അവരുടെയെല്ലാം സന്തോഷവും സമാധാനവുമായിരുന്നുവെങ്കിൽ, രണ്ടാമത്തെ കാരണം അവളിൽ നിന്നുള്ള ജയകൃഷ്ണൻ്റെ ആ ഒഴിഞ്ഞുമാറ്റം തന്നെയായിരുന്നു. എന്തെന്നാൽ മനസ്സിൽ നന്മയുള്ള ഒരാൾക്ക് മാത്രമേ മറ്റൊരാളെ ചതിക്കാതിരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയല്ലാത്ത ഒരാളായിരുന്നു ജയകൃഷ്ണനെങ്കിൽ അവൻ്റെ മനസ്സിലെ സങ്കടം അത് എന്തു തന്നെയായിരുന്നുവെങ്കിലും എല്ലാം മനസ്സിൽ ഒളിപ്പിച്ചു വച്ച് ഈ രാത്രിയിൽ തന്നെ സ്വന്തമാക്കാൻ ശ്രമിക്കുമായിരുന്നു. എന്നാൽ അവൻ ചെയ്തതോ, മാലിനിയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ജയകൃഷ്ണൻ്റെ ആ ഒരു പ്രവൃത്തിയിലൂടെ മാലിനി അവനെയും അവൻ്റെ മനസ്സിനെയും തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവാണ് അവനുമായിട്ടുള്ള ഒരു ജീവിതത്തിന് മാലിനിയെ കാത്തിരിക്കാൻ പ്രേരിപ്പിച്ചതും. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി അവൾക്ക് തീരുമാനിക്കേണ്ടതായി വന്നു. എന്തെന്നാൽ
അവളുടെ മനസ്സിലെ ഇക്കാര്യങ്ങളെല്ലാം നന്നായി നടക്കണമെങ്കിൽ തനിക്കും ജയകൃഷ്ണനുമിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണം. അതിനായി അവർക്കു മുന്നിൽ നല്ല ഭാര്യാഭർത്താക്കന്മാരായി അഭിനയിക്കണം. ആ ഒരു അഭിനയം മുന്നോട്ടു പോകുന്നതിനിടയിൽ എപ്പോഴെങ്കിലും രണ്ടാളും തമ്മിൽ പരസ്പരം മനസ്സിലാക്കുന്ന ഒരു സമയം ഉണ്ടാകാതിരിക്കില്ല. അപ്പോൾ ഈ ഉണ്ടായ സങ്കടങ്ങൾക്കെല്ലാം പരസ്പരം സ്നേഹിക്കുന്നതോടെ മാഞ്ഞു പോകാവുന്നതേയുള്ളൂ. പിന്നെ ഒട്ടും വൈകിയില്ല. മാലിനി എല്ലാം മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നു. തുടർന്ന് എല്ലാം ശരിയാകുമെന്ന ആത്മവിശ്വാസത്തോടെ അവൾ തൻ്റെ എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കിക്കൊണ്ട് ജയകൃഷ്ണനെ കാത്തിരിക്കാൻ നിൽക്കാതെ മുല്ലപ്പൂമാലകൾ കൊണ്ട് മനോഹരമായി ഒരുക്കിയ മണിയറക്കട്ടിലിൻ്റെ ഒരറ്റം ചേർന്ന് ഉറങ്ങാൻ കിടന്നു. അങ്ങനെ കിടന്ന മാലിനി 2 ദിവസമായിട്ടുള്ള അലച്ചിലിൻ്റെ ക്ഷീണം കാരണം ഉറങ്ങിപ്പോകുന്നു. ചെമ്പകശ്ശേരി തറവാട്ടിലെ മാലിനിയുടെ ആദ്യത്തെ രാത്രിയിലെ ഉറക്കം, അതും തനിച്ച്. ഹൃദയമുള്ള ഏതൊരാൾക്കും സങ്കടം തോന്നുന്ന തരത്തിലുള്ള ഒരു കാര്യം. ഈ സമയം താഴെ ഹാളിൽ ഇടയ്ക്കിടെ ചാനലുകൾ മാറ്റിക്കൊണ്ട് ടിവിക്ക് മുന്നിൽ ഉറങ്ങാതെയിരിക്കുകയാണ് ജയകൃഷ്ണൻ. അവൻ്റെ കണ്ണുകൾ ടിവിയിലേക്കായിരുന്നുവെങ്കിലും മനസ്സ് അതുപക്ഷേ മറ്റെങ്ങോ ആയിരുന്നു. ഒടുവിൽ നേരം പുലരാൻ ഏതാനും മണിക്കൂറുകൾ ബാക്കി നിൽക്കെ അവൻ തിരികെ അവൻ്റെ മുറിയിലെത്തി. അപ്പോൾ അവൻ കണ്ടു മുല്ലപ്പൂമാലകൾ കൊണ്ട് മനോഹരമായി ഒരുക്കിയ മണിയറക്കട്ടിലിൻ്റെ ഒരറ്റം ചേർന്ന് കിടന്നുറങ്ങുന്ന മാലിനിയെയും മേശപ്പുറത്ത് അടച്ചുവച്ചിരിക്കുന്ന പാൽഗ്ലാസും. അല്പം നേരം അവൻ മാലിനിയെ തന്നെ നോക്കി അങ്ങനെ നിന്നു. ഈ സമയം അവൻ്റെ മനസ്സിൽ മാലിനിയോട് സഹതാപവും ഒപ്പം വല്ലാത്ത ഒരുതരം കുറ്റബോധവും തോന്നിപ്പോന്നു. കഴിഞ്ഞ രാത്രിയിൽ താൻ കണ്ട ആ ഒരു സ്വപ്നത്തോടെ കൈവിട്ടു നിൽക്കുന്ന തൻ്റെ മനസ്സ്, അത് തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതുവരെ മാലിനിക്ക് മുന്നിൽ തനിക്ക് ഇങ്ങനെ നിൽക്കാനേ കഴിയുകയുള്ളൂ. അതുപക്ഷേ എത്ര നാളേക്കെന്ന് നിശ്ചയമില്ല. എന്നാൽ അതിന് മാറ്റം വരുന്ന ആ ഒരു നിമിഷം മുതൽ ഇപ്പോൾ താൻ ഈ ചെയ്തതിനെല്ലാം പ്രായശ്ചിത്തമായി അവളെ സ്നേഹം കൊണ്ട് പൊതിയും അവൻ സ്വയം മനസ്സിൽ പറഞ്ഞു പോകുന്നു. ഒപ്പം എത്രയും വേഗം തൻ്റെ മനസ്സിൽ കടന്നുകൂടിയ ഈ ഒരവസ്ഥ മാറണമെന്ന പ്രാർത്ഥനയോടെ അവൻ കട്ടിലിന് താഴെയുള്ള ചെറിയ സെറ്റിയിലേക്ക് കിടന്നു. അങ്ങനെ കിടന്ന് അവസാനം അവനും ഉറങ്ങിപ്പോകുന്നു. വലിയ ആർഭാടമായി എന്നാൽ അതിലും മനോഹരവും സന്തോഷവും നിറഞ്ഞു നിന്ന ആ വിവാഹത്തിൻ്റെ അവസാനം വന്നെത്തി നിന്നതോ 2 മനസ്സുകളുടെ സങ്കട പെരുമഴയുടെ ആഴക്കടലിലും.